ഇതിനകത്ത് മുതിർന്ന നേതാക്കളൊക്കെ ഇപ്പോൾ നമ്മൾ കെ മുരളീധരനെ കേട്ടു, എ പി അനിൽകുമാറിനെ കേട്ടു, എം ലിജുവിനെ കേട്ടു. എല്ലാവരും KSUവിന് സ്വതന്ത്രമായ അധികാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ വിമർശിക്കുന്നതിന് ചില പരിധികളും ചില അതിർവരമ്പുകളും നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് പോകരുത് എന്ന കാര്യമാണ് എ പി അനിൽകുമാർ അടക്കമുള്ളവർ പറയുന്നത്. അപ്പോൾ ഈ അലോഷ്യസ് സേവ്യർ വേഴ്സസ് VD സതീശൻ, ഇപ്പോൾ ഈ പ്ലീഡർ നിയമനത്തിൽ ഉണ്ടാകുന്ന പോരിനെ പാർട്ടി മൊത്തത്തിൽ എങ്ങനെയാണ് കാണുന്നത്? മുതിർന്ന നേതാക്കൾക്കിടയിലടക്കം ഇപ്പോൾ ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? സൈഫുദ്ദീൻ, തേവരക് കോളേജിൽ നിന്ന് അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ ഇറങ്ങിപ്പോകുന്ന VD സതീശനെ കാണുമ്പോൾ സത്യത്തിൽ ഒരു രാഷ്ട്രീയ കൗതുകം കൂടിയാണ് തോന്നുന്നത്. കാരണം അന്ന് KPCC അധ്യക്ഷനായിരുന്ന K സുധാകരന്റെ നോമിനിയെ വെട്ടി ആ അലോഷ്യസ് സേവ്യറിനെ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നത് VD സതീശനാണ്. VD സതീശന്റെ നോമിനിയായിട്ടാണ് അലോഷ്യസ് സേവ്യർ അന്ന് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. പക്ഷെ പിന്നീട് ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയ്ക്ക് ഈ രാഷ്ട്രീയ കളരിയിൽ അലോഷ്യസ് സേവ്യർ പക്ഷേ VD സതീശനെ വിട്ട് KC വേണുഗോപാൽ പക്ഷത്തേക്ക് ചേക്കേറുന്നു. അതാണ് കൃത്യമായി പറഞ്ഞാൽ VD സതീശന് അലോഷ്യസ് സേവ്യറിനോടുള്ള ഈ അകൽച്ചയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം. അത് വ്യക്തിപരമായ ഒരു അകൽച്ച കൂടിയാണ്. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ മറ്റേതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിലല്ല, അത് KSUവിനെ കാണണ്ട എന്ന് തീരുമാനിച്ചിട്ടല്ല. പകരം വ്യക്തിപരമായി അലോഷ്യസിനോട് അകൽച്ചയുണ്ട് VD സതീശന്. അത് കൃത്യമായി അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്, ഇപ്പോൾ പ്രവൃത്തിയിലും നമ്മളത് കാണുന്നുണ്ട്. നോക്കൂ, നമുക്കറിയാവുന്ന പോലെ പ്ലീഡർ നിയമനം, 2 പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് ഈ വലിയ കലാപത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ പ്ലീഡർ ലിസ്റ്റിൽ വന്ന പ്ലീഡർ ലിസ്റ്റിൽ ഒരു മുൻ SFIക്കാരനും ഒരു മുൻ ABVPക്കാരിയും ഇടം പിടിച്ചിരുന്നു എന്നതാണ് KSU ഉന്നയിച്ച ആരോപണം. അത് പരസ്യമായി അലോഷ്യസ് സേവ്യർ തന്നെ ഉന്നയിക്കുന്നു. അത് KPCCക്ക് അത് പരാതി നൽകുന്നു. ആ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്യുന്നു. ആ വിമർശനം ഏറ്റുപിടിച്ചുകൊണ്ട് ചില രണ്ടാം നിര നേതാക്കളൊക്കെ രംഗത്ത് വരികയും ചെയ്തു. പ്രത്യേകിച്ച് ജിൻഡോയൊക്കെ പോലുള്ള ചില നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തു. പക്ഷെ കഴിഞ്ഞ ബുധനാഴ്ച ക്യാബിനറ്റ് യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ അതിനെ പൂർണ്ണമായി തള്ളി KSUവിന് ഇത്തരം നിയമനങ്ങളിൽ ഒരു റോളുമില്ല, അവരാണോ തീരുമാനിക്കുന്നത് പ്ലീഡർ ആര് വേണം എന്ന ചോദ്യത്തോടുകൂടി VD സതീശൻ പൂർണ്ണമായി KSUവിനെ തള്ളുകയാണ്, ഈ ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ്. അതിന് പിന്നാലെ വീണ്ടും VR അനൂപിനെയും ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ജിൻഡോ ജോണിനെയൊക്കെ പോലുള്ള നേതാക്കൾ, അവർക്ക് പാർട്ടിയുടെ വക്താക്കളായി ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകളാണ്, അവർ രംഗത്തെത്തുന്നു. അവർക്കെതിരെ BRM ഷെരീഫിനെ പോലുള്ള ആളുകൾ എത്തുന്നു, രാജു P നായരെ പോലുള്ള ആളുകൾ എത്തുന്നു. അങ്ങനെ ഈ KSU പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ആ വിവാദത്തെ ചൊല്ലി ആ വിവാദം പതിയെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് പടർന്നു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് കൃത്യമായി ഒരു കാലത്ത് ഒരു കുറച്ചു കാലമായി ഒരു 1-2 മാസമായി കരിഞ്ഞു കിടന്നിരുന്ന കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ വീണ്ടും തളിർത്തു കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് ഒരു ഭാഗത്ത് VD സതീശനെ അനുകൂലിച്ച് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തുന്നു, മറുഭാഗത്താവട്ടെ അലോഷ്യസ് സേവ്യറിനെ അല്ലെങ്കിൽ KSUവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് VD സതീശനെ എതിർത്ത് ഒരു വിഭാഗം കൂടി രംഗത്തേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇവിടെ നേതാക്കൾക്കിടയിൽ പോലും ഈ വിഷയത്തിൽ VD സതീശനോട് വ്യത്യസ്തമായ KSU എന്ന് വലുതാക്കി കാണണ്ട, VD സതീശൻ വേഴ്സസ് അലോഷ്യസ് സേവ്യർ എന്ന് മാത്രമായി കണ്ടാൽ മതി എന്ന് പറയുമ്പോഴും അതിനകത്ത് പ്രശ്നമുണ്ട്. ഇപ്പോൾ KC വേണുഗോപാൽ പക്ഷത്തേക്ക് ഇദ്ദേഹം അലോഷ്യസ് സേവ്യർ മാറിയത് കൊണ്ടുള്ള വ്യക്തിപരമായ ഗ്രഡ്ജാണ് എന്ന് വെച്ചാലും ഈ KC വേണുഗോപാൽ പക്ഷത്തുള്ള എ പി അനിൽകുമാറും ലിജുവും ഒക്കെ അലോഷ്യസ് സേവ്യറിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രശ്നത്തിന്റെ കോറിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ സർക്കാരിനെ കളങ്കിതമാക്കാൻ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഒരു മോശം പ്രതിച്ഛായ ഉണ്ടാക്കാൻ ഈ ഏർലി സ്റ്റേജിൽ, ഈ തുടക്ക സമയത്ത് തന്നെ ഒരു കോൺഗ്രസ്സുകാരൻ, അതൊരു പോഷക സംഘടനയുടെ തലപ്പത്തുള്ള ഒരാൾ ശ്രമിക്കുന്നു എന്ന ഒരു വിമർശനം തീർച്ചയായും മുഖ്യമന്ത്രിക്കുണ്ടാകും. കാരണം ഒരു സമയം പോലും, കൃത്യമായൊരു സമയം പോലും നൽകാതെ ഇപ്പോൾ നിയമനങ്ങളിലൊക്കെ സ്വാഭാവികമായും ചില വീഴ്ചകളൊക്കെ പറ്റും. അത് പാർട്ടിക്കുള്ളിൽ തുറന്നു പറയാം, KPCC അധ്യക്ഷനോട് തുറന്നു പറയാം, ഒരുപക്ഷെ VD സതീശനോട് തന്നെ തുറന്നു പറയാം. അതിനപ്പുറത്തേക്ക് ഒരു പോസ്റ്റ്, ഒരു FB പോസ്റ്റ് ഇട്ട് അത് പരസ്യപ്പെടുത്തുകയാണ് അലോഷ്യസ് സേവ്യർ ചെയ്തത്. അപ്പോൾ ഒരു 2 ഗ്രൂപ്പിസത്തിനപ്പുറത്തേക്കുള്ള പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടാകാം. അതിനൊപ്പം തന്നെ സർക്കാരിന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്താൻ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വ്യക്തിപരമായ നീക്കങ്ങൾ ഉണ്ടായതിന്റെ ഒരു അരിശം കൂടി ആ നില കൂടി കാണേണ്ടതില്ലേ? അല്ല, അലോഷ്യസ് വേഴ്സസ് VD സതീശൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറി സൈഫുദ്ദീൻ. അത്
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെ തളർത്ത് കയറി തുടങ്ങി, അത് പടർന്നു കയറി തുടങ്ങി. അത് കോൺഗ്രസിലെ കുറച്ച് ഒരു പക്ഷേ ഒരു 1-1.5 മാസമായിട്ട് നിശബ്ദമായി കിടന്ന കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയമുണ്ട്. ഒരു ഭാഗത്ത് കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും മറുഭാഗത്ത് വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗവും എന്ന നിലയ്ക്ക് ഒരു രണ്ട് ധ്രുവങ്ങളുണ്ട്. ആ രണ്ട് ധ്രുവങ്ങളും ഈ പുതിയ വിവാദം ഏറ്റുപിടിക്കുകയും അത് കോൺഗ്രസിലെ പുതിയ വിഭാഗീയതയ്ക്ക് അത് കൂടുതൽ കരുത്ത് പകരുന്ന തരത്തിലേക്ക് KSU വിവാദം പടർന്നു വരികയാണ്. അത് പക്ഷേ വരും ദിവസങ്ങളിൽ അതിങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലേക്ക്, വലിയ പരസ്യ പ്രതിഷേധത്തിലേക്ക്, പരസ്യ ഏറ്റുമുട്ടലിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്ന തരത്തിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോഴും KPCC നേതൃത്വത്തിന് ഇതിൽ ഇടപെടണമെന്ന ആവശ്യമാണല്ലോ ഇപ്പോൾ നേരത്തെ BRM ഷെരീഫിനെയൊക്കെ പോലുള്ള ആളുകൾ ഉന്നയിച്ചത്. പക്ഷേ അവിടെ KPCCക്ക് കൃത്യമായ ഒരു നേതൃത്വമില്ല എന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ തണി ജോസഫ് മന്ത്രിയായതോടുകൂടി ഏതാണ്ട് KPCC എന്ന് പറയുന്ന സംവിധാനം തന്നെ, അവിടെ 2 വർക്കിംഗ് പ്രസിഡന്റുമാരും കൂടി മന്ത്രിയായി. അതോടെ ആ സംവിധാനം തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. KPCC ഓഫീസ് പോലും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്ത സാഹചര്യം ഉണ്ടായി. അതായത് പാർട്ടി എന്ന് പറയുന്ന സംവിധാനമില്ലാതെ, സംഘടന എന്ന് പറയുന്ന സംവിധാനമില്ലാതെ ഇങ്ങനെ ആടി നിൽക്കുകയാണ് കോൺഗ്രസ്. അതിനിടയിലാണ് പാർട്ടി ഇടപെട്ട് പരിഹരിക്കട്ടെ എന്നൊരു നിലപാട് ഒരു വിഭാഗം നേതാക്കൾ എടുക്കുന്നത്. പക്ഷെ അത് അത്തരമൊരു ശക്തമായ നിലപാട് വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ മന്ത്രി കൂടിയാണ് ഈ പറഞ്ഞ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരും KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും. അവര് മുഖ്യമന്ത്രിക്കെതിരെ അത്തരമൊരു നിലപാട് പരസ്യമായി എടുക്കാനോ അത്തരമൊരു നടപടിയിലേക്ക് പോകാനുള്ള അല്ലെ തിരുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ കടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രതിസന്ധി രൂക്ഷമാവുന്നത്. വരും ദിവസങ്ങളിലും ഈ നേതാക്കൾ ഇങ്ങനെ പരസ്പരം പോരടിച്ച്